റാണിചന്ദ്രയുടെ വിമാന അപകടങ്ങളും റാണിചന്ദ്ര സിനിമയിലേക്ക് വന്നതും സിനിമയിലുണ്ടാകുന്ന പ്രശ്നങ്ങളും റാണിചന്ദ്രൻ മരിക്കാനുണ്ടായ കാര്യങ്ങളും ആ എയർക്രാഫ്റ്റിൽ എന്താ സംഭവിച്ചതെന്നുള്ളതും എല്ലാം വിശദമായിട്ട് നമുക്കിന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാം. നമുക്ക് കേരളത്തിന് തീരാ നഷ്ടമാണ് ആ നടി മരിച്ചത്. റാണിചന്ദ്ര മരിച്ചത് കേരളത്തിൻ്റെ ഇന്നും നമ്മുടെ തീരാ നഷ്ടമായിട്ട് മലയാളികൾ അതിനെ കാണുന്നു. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. എറണാകുളം സെൻറ്റ് തേരേസിലെ ഒരു നോട്ടബിൾ സുന്ദരിയായിരുന്നു. അങ്ങനെ എല്ലാവരും നിർബന്ധിച്ച്, മാഷന്മാരും ടീച്ചർമാരും എല്ലാവരും നിർബന്ധിച്ചാണ് മിസ് കേരളയിൽ പങ്കെടുത്തത്. അങ്ങനെ മിസ് കേരള നമ്പർ 1 ആയിട്ട് ഇങ്ങനെ തിരഞ്ഞെടുക്കണം. അത് തിരഞ്ഞെടുത്തോടെ ഇന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് അതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഓസ്കാർ അവാർഡ് കിട്ടുന്ന പോലെയാണ്. സകല പത്രങ്ങളും സുന്ദരിയുടെ പേര് കൂടെ അടിച്ചു വന്നു. അത് അടിച്ചു വന്നതോട് കൂടിയിട്ട് കാണാനും നല്ല ഭംഗി, അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ സുന്ദരി എന്നല്ല പറയണത്. അപ്പോൾ അതോട് കൂടിയിട്ട് സിനിമക്കാർ 5 വർഷം കൊണ്ട് സിനിമകൾ എത്ര ചെയ്ത് കൂട്ടിയെന്നറിയാം. 70ഓളം സിനിമകൾ അഭിനയിച്ചു 5 വർഷം കൊണ്ട്. അതിലപ്പോൾ ഒരു വർഷം 13 ചിത്രങ്ങൾ വീതം വന്നാലാണ് ഇത്രയും ചിത്രങ്ങൾ ഈ നടിക്ക് കിട്ടുള്ളൂ. അപ്പോൾ അന്നത്തെ കാലത്തെ ഒരു മൈലേജ് നോക്കിയേ ഇന്നത്തെ കാലത്തെ നടികൾക്ക് കിട്ടും. അങ്ങനെ ഇന്നത്തെ കാലത്തെ നടികൾ 2 സിനിമയിൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു 6 മാസം 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ അവർക്കൊരു സിനിമ കിട്ടുക. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടുള്ള സമയത്ത് റാണിചന്ദ്ര അതുപോലെ കയറി വന്നുള്ളൊരു നടിന്. അപ്പോൾ മലയാളത്തിലും തമിഴിലും തിളങ്ങി നിൽക്കുന്ന സമയത്താണ് വിമാനാപകടത്തിൽ മരിക്കുന്നത്. 1947 ഫോർട്ട് കൊച്ചിയിലാണ് മൂപ്പര് ജനിച്ചത്. അച്ഛൻ്റെ പേര് ചന്ദ്രൻ, അമ്മയുടെ പേര് കാന്തിമതി. അച്ഛൻ്റെ ബിസിനസ് എല്ലാം പൊളിഞ്ഞു. കൊച്ചിയിലുണ്ടായിരുന്ന കുറേ ബിസിനസ്സുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് സിനിമയിലേക്ക് വരുന്നത്. അങ്ങനെ സിനിമയിലേക്ക് വന്നതിന് ശേഷം ഇവർ ചെന്നൈയിലേക്ക് പോവുക. പിന്നെ അവിടെ താമസം മുഴുവൻ ചെന്നൈയിലായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ സിനിമയുടെ സകല പടങ്ങളും നസറിൻ്റെ കൂടെ നായികയായിട്ട് ഈ 70 പടങ്ങളിൽ അഭിനയിച്ചു പറഞ്ഞ് 70 പടങ്ങളിലും നായികയാണ്. അതിൽ ഒരു ചേച്ചിയുടെ റോളോ അമ്മച്ചിയുടെ റോളോ ഒന്നും മൂപ്പർക്കില്ല, നായികയായിട്ടാണ് അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ 1976 സ്വപ്നാടനം എന്ന് പറഞ്ഞ ചിത്രത്തിന് നമ്മുടെ കേരള സംസ്ഥാന അവാർഡും കിട്ടി. പിന്നെ ഉത്സവം, ചെമ്പരത്തി, ദേവി, ബ്രഹ്മചാരി, സിന്ദൂരം, അതുപോലെ കാടാറ് മാസം, അതുപോലെ തന്നെ അയോധ്യ, ഓടക്കുഴൽ, സിന്ദൂരം ഇങ്ങനെ പറഞ്ഞ ഒരുപാട് പടങ്ങളിൽ ഗംഭീര അഭിനയം കാഴ്ചവെച്ചു. ഈ കഷ്ടകാലം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായിലെ 5 രാജ്യങ്ങളിൽ നൃത്തപരിപാടി അവതരിപ്പിക്കാനാണ് പോയത്. ആ നൃത്തപരിപാടി 5 സ്ഥലങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ടീം മൊത്തം മടങ്ങുകയാണ്. ആ മൊത്തം മടങ്ങുമ്പോൾ ഇന്ത്യൻ എയർലൈൻസിലാണ് പോകുന്നത്. ബോംബെ വഴി ചെന്നൈയിലേക്ക് പോകാനാണ് ടിക്കറ്റ് ഉണ്ടാകുന്നത്. അമ്മയും 3 സഹോദരിമാരും കൂടി ഉണ്ടാകുന്നത് അതിൽ. അതുപോലെ തന്നെ ആ ഡാൻസ് ഗ്രൂപ്പിൻ്റെ കുറേ ഡാൻസ് ആർട്ടിസ്റ്റുകളും കൂടിയുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ആക്സിഡൻ്റ് ഉണ്ടാവുന്നതും വിമാനം നിലത്ത് പതിക്കുന്നതും മരിക്കുന്നതും. ആ വിമാനത്തിലുണ്ടായിരുന്ന 97 പേരാണ്ട് അത് ആ അപകടത്തിൽ മരിച്ചു. ഒരു നിർമ്മാതാവ് അദ്ദേഹം കണ്ടു നിൽക്കുകയാണ് ഈ സംഭവം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ മൊഴി ഇങ്ങനെയാണ്: ടേക്ക് ഓഫ് കഴിഞ്ഞിട്ട് വിമാനം ശരിക്ക് ഒരു 10-700 ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഒരു പരുന്ത് വന്ന് ചിറകിലിടിക്കുക വിമാനത്തിൻ്റെ. അപ്പം തന്നെ ചിറകിൻ്റെ ഉള്ളിൽ നിന്ന്, അവിടെ ചിറകിൻ്റെ ഉള്ളിലാണല്ലോ അതിൻ്റെയൊക്കെ എൻജിൻ ഇരിക്കുന്നത്, അപ്പം തന്നെ തീ പടർന്നോട് കൂടിയിട്ട് പൈലറ്റിന് എന്താ ചെയ്യുന്നതെന്നൊരു പിടുത്തമില്ല. വേഗം പൈലറ്റ് എന്താണെന്ന് വെച്ചാൽ തിരിച്ചിറക്കാനായിട്ട് പൈലറ്റ് ശ്രമിച്ചു. തിരിച്ചിറക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഈ തീ അങ്ങോട്ട് ആളിപ്പടർന്നു. അങ്ങനെ അവിടുന്ന് കൺട്രോൾ തെറ്റി അങ്ങനെ 200 അടി താഴെ വെച്ചാണ് വിമാനം പൊട്ടിത്തെറിച്ച് സകല ആൾക്കാരും വെന്ത് മരിക്കുക ചെയ്തത്. അപ്പോൾ കുറച്ചും കൂടി ഒരു പക്വത പൈലറ്റ് കാണിച്ചെങ്കിൽ ചിലപ്പോൾ ഇത് ഈ അപകടം ഒഴിഞ്ഞു മാറാമായിരുന്നു എന്നും പറഞ്ഞു ഈ നിർമ്മാതാവ്. പക്ഷെ എന്ത് ചെയ്യാം, പെട്ടെന്ന് ഇങ്ങനെ ഒരു അപകടം വരുമ്പോൾ ആരും പെട്ടെന്ന് അന്തിച്ചു പോകും. എന്താ ചെയ്യേണ്ടതെന്ന്, എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒന്നും ഒരു പിടുത്തണ്ടാവില്ല. അങ്ങനെയാണ് നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ആ നടി ഈ ലോകത്തോട് വിട പറഞ്ഞത് തന്നെയല്ല, അമ്മയും പോയി, 3 സഹോദരിമാരും പോയി. മലയാള പ്രേക്ഷകർക്ക് വലിയൊരു നഷ്ടമായി ആ കലാകാരി. അപ്പോൾ 86 യാത്രക്കാരും അതുപോലെ തന്നെ
ബാക്കി 97 പേരിലേക്ക് എത്താനും ബാക്കിയുള്ള വിമാന തൊഴിലാളികളായിരുന്നു അതിൽ ജോലിക്കാരായിരുന്നു മരിച്ചത്. ഈ ഇത് അപകടം ഉണ്ടായതിന് ശേഷം ഈ അപകടം ഉണ്ടാകുമ്പോൾ ഒരു പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സൂര്യയുടെ അച്ഛൻ ശിവകുമാറിൻ്റെ പടത്തിലാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. ആ പടത്തിൻ്റെ ലൊക്കേഷനിൽ നിന്നാണ് ഈ ഡാൻസിന് പോയത്. അപ്പോൾ ഭദ്രകാളി എന്നാണ് ആ പടത്തിൻ്റെ പേര്. പെട്ടെന്ന് മരിച്ചോട് കൂടിയിട്ട് പിന്നെ ആ പടത്തിൻ്റെ വഴി മുടക്കി നിന്നു. അപ്പോൾ അതോടുകൂടിയിട്ട് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സീൻസുകളൊക്കെ ഒരു ഡൂപ്പിന് വെച്ച് ചെയ്തു. പിന്നെയുള്ള സീൻസുകളൊക്കെ പഴയ സീൻസുകളും സിനിമകളിൽ നിന്നൊക്കെ എടുത്തിട്ട് ആ പടം പൂർത്തിയാക്കി റിലീസ് ചെയ്തു.